തൊട്ടു മുമ്പുണ്ടായിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ പോലെയല്ല മാഷിൻ്റെ ശൈലി. മാഷിൻ്റെ അത്ര ഫലപ്രദമാകുന്നില്ല മാഷിൻ്റെ ഇടപെടലുകൾ. ഞാനിത് പല ഭാഗത്തുനിന്നായിട്ട് വരുന്ന പലയുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പറയുകയാണ്. അപ്പോൾ മാഷ് ശൈലി മാറ്റം എന്നത് ആലോചിക്കുന്നുണ്ടോ? ഒരു മാറ്റവും ഉദ്ദേശിക്കുന്നില്ല. ഞാനല്ലാതാവില്ലല്ലോ. കാരണം കുറച്ചുകൂടെ ഒന്ന് എന്താ മാറ്റേണ്ടത് പറഞ്ഞോ? അല്ല, എനിക്കറിയില്ല. അതുപോലെയാണ് എനിക്ക് വെറുതെ പറയാൻ പറ്റുമോ? ഞാൻ ഏതാണ് സ്റ്റൈൽ, ഏത് സ്റ്റൈലാണ് മാറ്റേണ്ടത്? എന്നോട് ചിലർ പറഞ്ഞു നിങ്ങൾ ചിരിക്കുന്നില്ല, തീരെ ചിരി കുറവാണ്. ഞാൻ ചിരിച്ചതിനെ കുറിച്ചാണ് പിന്നെ ഇപ്പം പറഞ്ഞത്. ചിരിച്ചതിനെ പറ്റിയാണ് പറയുന്നത്. മാഷ് ചിരിക്കേണ്ടടുത്ത് ചിരിക്കുന്നില്ല, ചിരിക്കേണ്ടടുത്ത് ചിരിക്കേണ്ടടുത്ത് ചിരിക്കുന്നില്ല എന്നല്ല, ചിരിയേ ഇല്ലാതായിരുന്നു ആദ്യത്തെ പ്രശ്നം. അപ്പോൾ പിന്നെ ഞാൻ കുറേ സ്ഥലം ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ചിരിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ ചിരിയേ പ്രശ്നമായി. അതാണ് ആണി എന്നാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത്. ഇതിപ്പം മാഷ് ഇങ്ങനെ വിമർശനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലതൊക്കെ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ആലോചിക്കുമല്ലോ, ഓരോ നിമിഷവും ആലോചിക്കും. അപ്പോൾ എന്താ മാഷ്ക്ക് തോന്നുന്നു? ഒന്നും തോന്നിയില്ല ഇതേവരെ. ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് ഈ നിലപാടിൽ തിരുത്തേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്കിപ്പം തോന്നിയില്ല. ഞാനിപ്പോൾ ശരിയായ ഒരു ദിശയിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തെങ്കിലും തെറ്റായ ഒരു നിലപാടിലേക്ക് ഞാൻ നീങ്ങിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു മൂല്യം അഴിമതി പൂർണ്ണമായിട്ടും അവസാനിക്കുന്ന ഒരു തരത്തിലും ഈ കൈക്ക് കറ ഉണ്ടാവരുത്. അതെനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കെട്ടിപ്പൊക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതാണ്. ഒരു തരത്തിലും. പിന്നെ തെറ്റായ പ്രവണതകൾ, അത് ഞാൻ മദ്യപാനം ഉൾപ്പെടെയുള്ള കാര്യം ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഈ മൂല്യങ്ങളെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ബാലസംഘത്തിലൂടെയാണ് ഞാൻ വരുന്നത്. ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ ബാലസംഘ സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്തൊക്കെ ദുശീലങ്ങളാണ്, അതെങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പന്നിയാണ്. അതുകൊണ്ടാണ് കുടി വലിക്കാൻ പാടില്ല, മദ്യം ഉപയോഗിക്കാൻ പാടില്ല, തെറ്റായ ഒരു പ്രവണതയും നടത്താൻ പാടില്ല. അതുപോലെ തന്നെ ഈ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ആരും ആലോചിക്കാൻ തന്നെ പാടില്ല എന്നെല്ലാമുള്ളൊരു മൂല്യബോധം വന്നത് ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുള്ള മനസ്സിൽ കയറിയ ആ ബോധമാണ്. ആ ബോധം തന്നെയാണ് ഞാൻ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. എവിടെയും തെറ്റിപ്പോയിട്ടില്ല. അമ്മയിലുള്ള അടിസ്ഥാനപരമായ ഒരു മൂല്യബോധത്തിലും എന്തെങ്കിലും മാറ്റം വന്നിട്ടില്ല. ഇനി അതല്ലാതെ എന്തെങ്കിലും കാര്യം തിരുത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ ഈ ആക്രമണത്തൊന്നും വീഴില്ല മാഷ്? അതിലൊന്നും വീഴുന്ന ഒരു വീഴ്ചയും ഉണ്ടാവില്ല, ഒരു സംശയവും വേണ്ട.